തിരുവനന്തപുരത്തെ മലയോര മേഖലയിൽ ശക്തമായ മഴയും കാറ്റും ഇപ്പോൾ സംഭവിക്കുകയാണ്. വെമ്പായം പഴകുറ്റി റോഡിൽ ഇരിഞ്ചയത്ത് കാറ്റിലും മഴയിലും മരം വീണു. നെടുമങ്ങാട് വെമ്പായം റൂട്ടിൽ ഗതാഗതം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. നിരവധി വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞു. കരകുളം കാച്ചാണിയിൽ മരം റോഡിൽ വീട് 2 സ്കൂട്ടറുകൾ തകർന്നു. ജിബിൻ ജെബിയുണ്ട്. ജിബിൻ, വരും നിമിഷങ്ങളിൽ മഴ ശക്തിപ്പെടും ഈ മലയോര മേഖലയിൽ അടക്കമെന്ന മുന്നറിയിപ്പ് വരുമ്പോൾ എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? പ്രജിത്ത്, തിരുവനന്തപുരം ജില്ലയിൽ അടുത്ത 5 ദിവസത്തേക്ക് കൂടി മഴ കനക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി അതിശക്തമായ മഴയും കാറ്റും തിരുവനന്തപുരത്തുണ്ടായത്. തിരുവനന്തപുരത്തിൻ്റെ എല്ലാ മേഖലയിലും എന്ന് തന്നെ നമുക്ക് പറയാം. തിരുവനന്തപുരത്തിൻ്റെ മലയോര മേഖലയിലും നഗരമേഖലകളിലും കഴിഞ്ഞ 3 മണിക്കൂറായി വലിയ രീതിയിലുള്ള മഴയാണ് പെയ്തത്. പ്രത്യേകിച്ച് ഇന്ന് ഏകദേശം ഉച്ചയോടുകൂടി തന്നെ തിരുവനന്തപുരത്തെ മലയോര മേഖലയിൽ ചെറിയ രീതിയിൽ കാറ്റ് ആരംഭിച്ചിരുന്നു. പക്ഷേ ഏകദേശം ഒരു 5 മണിയോടുകൂടി വലിയ രീതിയിൽ അത് ആങ്ങി വീശുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. കാട്ടാക്കടയിലും നെടുമങ്ങാട് പൊന്മുടി മേഖലയിലൊക്കെ കനത്ത നാശനഷ്ടമാണ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത്. കാട്ടാക്കട മേഖലയിൽ വൈദ്യുതി ഏറെക്കുറെ പൂർണ്ണമായി വിച്ഛേദിച്ച അവസ്ഥയിലാണ്. കാരണം മരങ്ങൾ വലിയ തോതിൽ തന്നെ ഏകദേശം 33ഓളം മരങ്ങളാണ് കാട്ടാക്കടയിലെ വിവിധ സ്ഥലങ്ങളിൽ റോഡിലേക്കും വൈദ്യുതി ലൈനിലേക്കും ഒക്കെ വീണിരിക്കുന്നത്. നേരത്തെ കാട്ടാക്കട നക്രാഞ്ചിറയിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് മുകളിലേക്ക് മരം വീണ 11 പേർക്ക് പരിക്കേറ്റിരുന്നു. അതിൽ ഒരാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റുള്ളവരെ കാട്ടാക്കട ആശുപത്രിയിലും നെയ്യാറ്റിൻകര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിനിടെയാണ് അല്പം മുമ്പ് നെടുമങ്ങാട് തന്നെ വെമ്പായം MC റോഡിലേക്ക് മരം കടപുഴകി വീണ് അവിടെ ഗതാഗത തടസ്സം ഉണ്ടായത്. പിന്നീട് നെടുമങ്ങാട് വെമ്പായം റൂട്ടിൽ ഇരിഞ്ചയം എന്ന് പറയുന്ന സ്ഥലത്ത്, താന്നുമൂടിന് സമീപത്തുള്ള ഇരിഞ്ചയം എന്ന സ്ഥലത്തും അവിടെയും മരം റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നാട്ടുകാരും ഫയർഫോഴ്സും ഇടപെട്ടുകൊണ്ട് ഈ മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ജീവനാണ് വിവരങ്ങൾ നൽകിയത്. ഈ മലയോര പ്രദേശങ്ങളിലുള്ള ആളുകളാണ് ജാഗ്രത പാലിക്കേണ്ടത്. മരങ്ങളൊക്കെ തന്നെ ഒടിഞ്ഞു വീഴാറായി നിൽക്കുന്ന പ്രദേശങ്ങൾ ഉണ്ട്. അവിടേക്കാണ് ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകുന്നത്. അതുവഴി പോകുന്ന ആളുകളും വാഹനങ്ങളും ഒക്കെ തന്നെ തികഞ്ഞ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ വരുന്നത്.